ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് നമുക്കൊരു ഇൻഫർമേഷൻ വന്നായിരുന്നു. ഒരു ലേഡിയുടെ ദേഹത്ത് തീ പിടിച്ചിട്ടുണ്ട്. ഷീജ പറഞ്ഞ ലേഡിയാണ്. ഏകദേശം ഒരു 50 വയസ്സുണ്ട്. ഇവിടുത്തെ ഒരാളിനോട് ഒരു പ്രേമമുണ്ടായിരുന്നു. പോലീസ് കണ്ടപ്പോൾ ഇത് പ്രാഥമിക ആത്മഹത്യ തന്നെ അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. നമസ്കാരം. തിരുവനന്തപുരത്ത് കൈമനത്ത് ഇന്ന് രാവിലെ ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഷീജ എന്ന കരുമം സ്വദേശിയുടേതാണ് ഈ മൃതദേഹം. അതുകൂടാതെ ഈ ഷീജയ്ക്ക് 32 വയസ്സുകാരനായ ഈ കൈമനം സ്വദേശിയായ സജികുമാറുമായി പ്രണയമായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ സജികുമാറിന് ഈ ഒരു മരണവുമായി ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും DSP ശ്രീ നകുൽ ഇപ്പോൾ മാധ്യമങ്ങളോട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇത് ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് നമുക്കൊരു ഇൻഫർമേഷൻ വന്നായിരുന്നു. ഇവിടെ ഒരു ലേഡിയുടെ ദേഹത്ത് തീ പിടിച്ചിട്ടുണ്ട്. സോ അങ്ങനെ നമ്മുടെ പോലീസ് ടീം ആ സമയത്ത് തന്നെ ഇവിടെ എത്തി. ഇവിടെ വന്നപ്പോൾ ഇന്നലെ രാത്രി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ രാവിലെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഇത് ഈ ഷീജ പറഞ്ഞ ലേഡിയാണ്. ഏകദേശം ഒരു 50 വയസ്സുണ്ട്. ഒരു രാമ ടെക്സ്റ്റൈൽസ് ഉള്ളൂർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അത് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷനിൽ ഇത് ഫോറൻസിക് പരിശോധന എല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഈ എക്സാക്റ്റ് തീ എങ്ങനെ പറ്റി അത് നമുക്ക് ഫോറൻസിക് പരിശോധന ശേഷം മനസ്സിലാവും. വീട്ടുകാരൊക്കെ എന്നോട് സംസാരിച്ചിട്ട് അവർ കുറച്ച് സംശയം പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരാളിനോട് ഒരു പ്രേമമുണ്ടായിരുന്നു, പ്രണയത്തിലായിരുന്നു. അത് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ട്. അത് നമ്മുടെ പോലീസ് ഇപ്പോൾ എല്ലാം വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇത് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഫോറൻസിക് പരിശോധനയും ബാക്കി എല്ലാ കാര്യങ്ങൾ കിട്ടിയ ശേഷം നമുക്ക് ഏകദേശം എന്ത് കാരണമാണ്, അതിൻ്റെ കൂടെ തന്നെ എങ്ങനെ ഈ തീപ്പട്ടി എങ്ങനെയാണ് അതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കണ്ടപ്പോൾ ബേസിക് ഫോറൻസിക് എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനും പിന്നെ പോലീസ് കണ്ടപ്പോൾ ഇത് പ്രാഥമിക ആത്മഹത്യ തന്നെ അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ വി വിൽ ഇൻവെസ്റ്റിഗേറ്റ് ഓൾ ദ ആംഗിൾസ്. ഇതുവരെ നമുക്ക് ആ ഇൻഫർമേഷൻ അവർ പറഞ്ഞിട്ടില്ല. നമുക്ക് ഇപ്പോൾ വിശദമായി ചോദിക്കാൻ സമയത്ത് മാത്രം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെയാണ് പറയാൻ പറ്റും. അതെ, ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റും. എന്തായാലും ഈ 32കാരനും 50കാരിയും പ്രണയത്തിലായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൂടാതെ ഈ സ്ത്രീയുടെ കുടുംബം ഇപ്പോൾ ഈ ഒരു മരണത്തിൽ അസ്വാഭാവികത കാണിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും പോലീസ് നിലവിലിപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സജികുമാറിനെ ഇപ്പോൾ ഈ ഒരു സംഭവ സ്ഥലത്ത് കാണാനുമില്ല. എന്തായാലും ചില അസ്വാഭാവികതകൾ ഈ ഒരു സ്ത്രീയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് കൃത്യമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് അധികാരികൾ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.